Hello guys, welcome back to my channel RRYT Gaming. ഇന്ന് നമ്മളുള്ളത് ബെറ്റർ മൈൻക്രാഫ്റ്റിലാണ്. ബെറ്റർ മൈൻക്രാഫ്റ്റിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ടോ ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഒരു സ്റ്റെപ്പ് കയറുക. സ്റ്റെപ്പല്ല ഇത്. ഇതെന്താ മരമൊക്കെ ഇങ്ങനെ സ്പോൺ ആക്കുന്നത്? ഒരു വെറൈറ്റി. എന്തൊന്ന് ഡോണറ്റ്. വാട്ട് ഇസ് ദിസ് ക്യാരറ്റ്? ഇതെന്ത് ക്യാരറ്റ്? വൈൽഡ് ക്യാരറ്റ്. തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റും. അപ്പോൾ കുറച്ച് ഇത് കൊണ്ടുപോകാം. തിന്നാണ്ടോ പറഞ്ഞു പൊട്ടിക്കാനാണ്. ചിലന്ന് കുറച്ച് കൂടുതലും കിട്ടുന്നുണ്ട്. ചിലന്ന് നോർമൽ ഇതും കിട്ടുന്നുണ്ട്, വൈൽഡ് അല്ലാണ്ട്. ഓക്കെ, ഇത് പന്നി തിളങ്ങുന്ന പന്നി അറിയ ഗ്ലോയിങ്. പന്നിക്ക് എത്ര കാട്ടാടാ? എന്താണെന്ന് നോക്കണം. നേരെ ഫോറസ്റ്റിലേക്ക് അറിയിക്കാം. അതൊക്കെ എന്താണ് സാധനം? ഒന്നും വേണ്ട, കുറെ സാധനങ്ങളുണ്ട്. എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ബെറ്റർ മൈൻക്രാഫ്റ്റ് ആണിത്, നോർമൽ മൈൻക്രാഫ്റ്റ് അല്ല. സോ അതിനനുസരിച്ചുള്ള ക്രീപ്പി ഉണ്ടാവും, എക്സ്പ്ലോർ ഇതുണ്ടാവും. ബെറ്റർ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് കോർ പോലെയാണ്. എത്ര ഒരിക്കൽ ചാവാന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പണിയാണ്. നെതറൊക്കെ ഇല്ല സീനാണ്. ഇതെന്ത് പൊട്ടാത്തെ? ഇതും കൂടെ പൊട്ടിക്കും. അപ്പം രണ്ടും കൂടി വരും. ടെക്നോളജിയാ. ഓക്കെ, ഇവിടെ ഇതൊക്കെ എന്ത് ഇവിടെ ഒരു ചെറിയ അയ്യോ സ്റ്റോൺ അയിനെയ ഇതൊക്കെ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊന്നും ഞാൻ വച്ചോക്കുന്നില്ല. എല്ലാം പോ. ഓക്കെ, സെറ്റിങ്സിന്റെ ഇതിലുണ്ട്. കൈനോട് ഒട്ടിക്കാൻ നോക്കുന്നു. ഓനടിക്കുന്ന പറഞ്ഞ എനിക്ക് ഇങ്ങോട്ടോടെ അടി. അയ്യോ ഓടാ പറഞ്ഞു. ഞാൻ ഓനെ അടിച്ച് ചേർത്ത്. അയ്യോ ഓവർവേൾഡ് ലൊക്കേഷൻ കാണിക്കും. ഞാൻ ചത്ത ലൊക്കേഷനൊക്കെ കാണിക്കും കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. ധൂം തിരികട ധീം തിരികട സിത്തോ രക്തം മുരുകട സിത്തത്തോ. ഇത് എൻ്റെ അസ്ഥി കൂടോ? ഈ ബുക്കൊക്കെ നമുക്ക് പിന്നെ വായിച്ചോക്കാം. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഗോൾഡ് ട്രക്ക് എന്തൊക്കെയുണ്ട്? അതെ, മണ്ണിൽ അലിയിച്ചിട്ടുണ്ട്. ത്രോൺസുള്ളതും പോയ കാണുന്നില്ല. ഭാഗ്യം. ഒരു പിക്കേക്സ് ഉണ്ടാക്കട്ടെ. എന്തൊക്കെയോ അച്ചീവ്മെന്റ് ഒക്കെ പൊട്ടുന്നുണ്ട്. ഇങ്ങനെയൊന്നും എഴുതി കാണിക്കാറില്ലല്ലോ. സൈഡിൽ സാധാരണ രീതിയിൽ എഴുതി കാണിക്കാറാണ് പതിവ്. എന്തെങ്കിലും ഇട്ട് അതാകുന്നില്ല. നോർമലാണ്. അയ്യോ ഒരു സോംബി ഒറ്റടിക്ക് തുറന്നു. തീയാട്ടോ വണ്ട സെറോ. ഒരു എക്സ്, ഒരു പിക്കേക്സ്. ബാക്കി ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ മെയിൻ ചെയ്യാം. ഓൾ സെറ്റ്. ഇനി കറക്റ്റ് ഓർഡറിൽ ഇവിടെ വെച്ചാൽ ഫുഡ് എടുത്തിട്ട് എൻ്റെ പിക്കേക്സ് പോകും. പിന്നെ ഒരു ഫർണസ്
കിക്സ് ഇപ്പോൾ ചെയ്യണ്ട. തീയാട്ടോ അണ്ട സറാസറോ. സ്ക്രീനിൽ കൗണ്ട് ഡൗണൊക്കെ കാണിക്കും. അപ്പം ഇത് പൊട്ടിച്ചിട്ട് പോയാൽ മതി. പെട്ടെന്നെല്ലാം പൊട്ടു. 5 ഇങ്ങനെ 5 ബ്ലോക്ക്. 3 2 ഒറ്റ ഇത് പൊട്ടിയില്ല. പൊട്ടിയിരിക്കുന്നു. നല്ലൊരു ഫർണസ്. ഇവിടെ എന്തൊക്കെയോ തിളങ്ങുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇപ്പോഴേ പോകണ്ട. എന്താ സാധനം എൻ്റെ അകത്തുള്ള ഇത് കലമാനാ. എന്തൊക്കെയുണ്ട് ഇവിടെ. ഓക്കിലോ കുറച്ച് ക്യാരറ്റ് തിന്നാം. തീയാട്ടം ഒരു ബെഡ് ഉണ്ടാക്കണം. ഷീപ്പ് ഇതാണോ ഷീപ്പ്? റാം. ഇത് റാം. ഇത് തന്നെയാണ് ഷീപ്പ്. കാണുമ്പോൾ ഒരു ഗോട്ട്. ഇതൊക്കെ ഇല്ല. ബ്ലൂബെറിയാ. What is this? Blueberries. തീയാട്ടോ അണ്ട സറോ. അപ്പോൾ കുറച്ച് ബ്ലൂബെറി ഇരിക്കട്ടെ. ഫുഡാകുമല്ലോ. ഇങ്ങനെ ഇത് മാത്രം എടുക്കാൻ കഴിയുമല്ലേ? വെറുതെ ക്ലിക്ക് ചെയ്താൽ മതിയല്ലേ? എവിടെ? അതേ ഇരിക്കുന്നു. അതാണ് ശരിക്കുള്ള ഷിപ്പ്. എന്താ ഇത്? റക്കൂൺ. ഇതാണ് ശരിക്കുള്ള ഷിപ്പ്. ഇനി ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കുക. ഒരു ബെഡ് ഉണ്ടാക്കുക. അതിനെ നമുക്ക് പ്ലാൻ ചെയ്യണം. ഒരു ബെഡ് ഉണ്ടാക്കി. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ പോകാം. എനിക്ക് ഒരു ക്യാരറ്റും കൊടുക്കും. ഇത് ചട്ടം. ഇതെന്താ ഇനി? റാമിൻ്റെ വേരിയൻ്റ് ആണോ? ഡോട്ടഡ് ഷീപ്പ്. ഡോട്ടഡ് ഷീപ്പ് അങ്ങ് മാറിക്ക്. തിളങ്ങുന്ന പിഗ് എന്താണ്? ഇത് വെറും പിഗ്. എന്തെങ്കിലും എൻജോയ്മെൻ്റ് ഉണ്ടായില്ലേ? ഹാർട്ട് കൂടുതലാണ്. അത്ര തന്നെ. നല്ലൊരു സ്ഥലത്താണ് സ്പൂൺ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ സ്പൂൺ ആയത് വെള്ളത്തിൻ്റെ അടിയിലാണ്. എന്നെല്ലാം പൊട്ടിവ. എന്താ അവിടെ എന്തൊരു വന്നു? മരമാണോ അത്? മരമാണ് സാധ്യത. അങ്ങോട്ട് പോകും. ഇപ്പം രാത്രി ആവാനേ കിടന്നുറങ്ങണം. ക്യാരറ്റൊക്കെ എടുത്തത് മതി. നമ്മുടെ ഒരു ബ്ലൂബെറീസ് ഉണ്ട്. തീയാട്ടോ അണ്ട സറോ. പെട്ടെന്നൊന്നെങ്കിലും വെക്കണമല്ലോ. എങ്ങോട്ട് പോവും? സകല കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെ വീട് വെക്കുന്നതല്ലേ നല്ലത്.
അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ആ മരമൊക്കെ നോക്കി എങ്ങനെയൊക്കെ മുളയ്ക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യും? ഇതിലെന്ത് സാധനം? ബ്ലൂ CS വേണം. CS ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട് കിട്ടും അല്ലേ? റെഡി ടു ഹാർവെസ്റ്റ്. ഇവിടെ തന്നെ വീട് വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നു. ഐ തിങ്ക് നമുക്ക് പിന്നീട് സ്പോണിൽ വരുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് ലോങ് പോവാം. ഷുഗർ കെയിൻ വയ്യ. ഞാനൊരു ഈ മലൻ്റെ മേളിലെന്തെങ്കിലും ഉണ്ടോ? കടലിൽ സ്രാവെല്ലാം ഉണ്ടോ? സ്രാവില്ലേ, ഒരു പൊട്ടനുണ്ട്. ചിലപ്പോൾ ഉണ്ടാവും ഇൻവെർട്ടർ മൈൻക്രാഫ്റ്റ് അല്ലേ, ചിലപ്പോൾ ഉണ്ടാവും സ്രാവൊക്കെ. പെട്ടെന്ന് മല കയറി. ഇവിടെ ഒരു ഓട്ടയുണ്ട്, എന്താ നോക്കട്ടെ. അയ്യോ ക്രീപ്പർ പൊട്ടി. അയ്യോ പൊട്ടി. ഒറ്റടിക്കൻ്റെ എത്ര വലുതോളോ. ആർമറില്ലാണ്ട് ഇവിടെ ഒന്നും നടക്കാൻ കൂടി പറ്റത്തില്ല. പെട്ടെന്ന് ഓട്ട്. പെട്ടെന്ന് വോട്ട് ചെയ്യാൻ മുകളിലേക്ക്. ഇതൊരു ഇഷ്ടപ്പാടാണിത്. അയൺ, മൈ ഫസ്റ്റ് അയൺ, ബട്ട് there is a creeper. I want to be safe. ഇടയ്ക്കിടയ്ക്ക് പിന്നീടൊക്കെ നോക്കണം. എൻ്റെ ആദ്യത്തെ കുറച്ച് പീസായാണ് ഞാനിങ്ങനെ എടുക്കട്ടെ. ഇത് you can only നോക്കട്ടെ. You can only mine this ore with a copper or better pickaxe. Better pickaxe നോക്കട്ടെ. wooden pickaxe. Enderite pickaxe. മൈനർ ബെഞ്ച്, amethyst spear. ഓക്കെ, അൺക്രാഫ്റ്റബിൾ നോക്കട്ടെ. സ്റ്റാർ ഡസ്റ്റ് മറ്റേ അടുത്തിരുന്ന മറ്റേ സാധനമല്ലേ? ബാഗും ഉണ്ടാ? ഒരു റെഗുലർ ബാഗ് ഉണ്ടാക്കാൻ കോപ്പർ വേണം. ഇതെന്ത്? സ്മോൾ പേലേക്ക് വുഡ് പിക്കേക്സ്, വുഡൻ പിക്കേക്സ്, amethyst പിക്കേക്സ്, enderite പിക്കേക്സ്,
Slice of a grape, stone pickets. ഇതിൽ അമിറ്റിസ്റ്റിനെ കൊണ്ട് കുറച്ച് ഗുണമൊക്കെ ഉണ്ടല്ലേ. വോയിഡ് ടോട്ടം സേവ്സ് യു ഫ്രം ഡൈയിങ് ഇൻ ദ വോയിഡ്. ബാഗിൻ്റെ റെസിപ്പി എന്താണ്? ബാഗ്, ഒരു നോർമൽ ബാഗ് ഉണ്ടാക്കാൻ നമുക്ക് ലെതർ, അങ്ങനെ സ്ട്രോങ് സ്ട്രിങ്, ഇൻഫിനിറ്റി ഗാംഗ്ലെറ്റ്, എന്താണ് ഡോക്ടർ സ്റ്റേൻ്റെ IF അഗമട്ടാണോ, സ്റ്റാർ ഡസ്റ്റ്, എന്ത് ഓവർ വേൾഡ് വേ പോയിന്റ് കീ, എന്തൊക്കെയുണ്ടല്ലോ. ബർഗർ. എന്നാൽ ഞാൻ ആദ്യം കോപ്പർ കണ്ടുപിടിക്കണം എന്നാണ് ഈ ബെറ്റർ മൈൻക്രാഫ്റ്റ് എന്നോട് പറയുന്നത്. അയൺ മൈൻ ചെയ്യാൻ എൻ്റെ 3-4 അയൺ പോയി. കോപ്പറിന് ഏത് പാതകത്തിന് ഞാൻ കണ്ടുപിടിക്കാനാണ്? ഇതിനകത്ത് എന്തായാലും കോപ്പർ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ക്രീപ്പർ എന്നെ പേടിപ്പിക്കുകയും ചെയ്യുന്നു. ചാവും. അവനെ കോപ്പറും കണ്ടുപിടിച്ച് ഞാൻ ദേ വിടുന്ന അതുവരെ നിങ്ങൾ റെസ്റ്റ് ചെയ്യും. ഞാൻ കോപ്പർ കണ്ടുപിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ കോപ്പറും തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ സ്പൂണിൻ്റെ അടുത്തേക്ക് തിരിച്ചിടുന്ന പോയി ഇങ്ങനൊരു സാധനം കണ്ടു. ഇതെന്തോ സാധനം? അത് ക്രാഫ്റ്റിൻ്റെ അവളുണ്ട്, ഫർണസ് ഉണ്ട്, ഒരു പെട്ടുണ്ട്. ഫർണസിനകത്ത് എന്താ കണ്ട? ഇല്ല. ഇതെന്തോ സ്ഥലമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ കാർട്ടോഗ്രാഫി ടവള്, ഇതെന്തോ TV, ബൗണ്ടി ബോർഡ്, യൂസ് ക്ലെയിം, അവൈലബിൾ, ഓപ്പൺ, സ്റ്റാർട്ട് ഹണ്ട്, ഗോ ബാക്ക്. ഇതൊക്കെ എന്തോ സാധനം? അവിടെ ജസ്റ്റ് ഗോൾഡൻ ആപ്പിൾ. ചപ്പും ചവറൊക്കെ ഇതിൻ്റെ അകത്തിരിക്കട്ടെ. ഗോൾഡ് റെക്കോർഡിനരി ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ബൗണ്ടി സ്ക്രോൾ മൂലരി. ഇതെല്ലാം എന്തെന്തോ. ഗോൾഡൻ ഉപ്പിൾ, പിന്നെ ആർമർ പീസും ഉണ്ട്. കുറേ ആണ് കിട്ടി. കോപ്പറും കിട്ടി. കോപ്പർ ചെസ്റ്റ് പ്ലേറ്റ്, പ്രൊട്ടക്ഷൻ 2. നല്ലതാണല്ലോ. വാട്ട് ഈസ് ദിസ്? അമ്മന്ത് പെഡിസ്റ്റൽ, എന്തോ ഒരു സാധനം. അടുത്ത ചെസ്റ്റ് കോപ്പർ ചെസ്റ്റ് പ്ലേറ്റ്, കേഴ്സ് ഓഫ് ബിൽഡിങ് ഒക്കെ വേണ്ട. 2 കോപ്പർ, ഒപ്പം ഒരു കോപ്പർ പിക്കക്സ് ഉണ്ടാക്കാനുണ്ടായി. 2 കോള് അതിരിക്കട്ടെ. വേറെ ചെസ്റ്റ് ഉണ്ടോ? 2 ഹെവി ഉണ്ട്, ഫുഡാവും. ഇതെവിടെ ഒരു ബാരല് കാലി. നല്ലത്, എല്ലാം നല്ലത്. ഞാനൊരു ബിൽഡിങ് കൂടി ഉണ്ടായിരുന്നല്ലോ പിന്നീട്. ഞാൻ ഒന്നും കൊടുക്കണ്ടായിരുന്നല്ലോ, ഒരു ബിൽഡിങ് കൂടി. അതേ ഇരിക്കുന്നു. ഇതെന്ത് വീടാ? കണ്ടിട്ടൊരു വീട് പോലെ ഉണ്ട്. ഇവിടെ ഡോറിൻ്റെ അടുത്ത് ബ്ലോക്കൊക്കെ വെച്ചേക്കുന്നു. ഒരു അബാൻഡൻഡ് ഹൗസ്. ആറെണ്ണത്തല്ലേ? 6 ഇപ്പൊ തല്ലിയ എന്നെങ്കിലേ ഒരാണും കൂടി, ഒരു ബ്രെഡ്, ഗോൾഡ് ആയതുകൊണ്ട് നമുക്ക് ഫുഡ് ആയിട്ട് ബ്രെഡും കൂടി എടുത്തേക്കാം. ഒബ്സിഡിയൻ ആണോ അത്? ആണല്ലോ. പിക്ക്
പിക്കേക്സ് ഇല്ലാതെ ഇപ്പം ഇല്ല, അങ്ങനെയാണ് എടുത്തേനെ. ഇങ്ങനത്തെ വീടിന് ഇഷ്ടം പോലെ ഹേബിയർ കിട്ടുന്നുണ്ട്. അപ്പുറത്തെ വീടായിട്ട് ബാക്കിയും കൂടി എടുത്തിട്ട് ഇതൊരു പോർട്ടലാണോ? ഒരു മിനി പോർട്ടൽ. ഒരു മിനി പോർട്ടലാണ്. ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് 2 ബ്ലോക്ക് ഇങ്ങനെ വെച്ചാൽ അത് കത്തും. അപ്പോൾ മൊത്തം 1 സൈഡ് വൈസ് ഒരു ബ്ലോക്കും കൂടി വേണം. എന്നിട്ട് ഈ 2 ബ്ലോക്ക് ഒട്ടിച്ചിട്ട് ഇവിടെ 1 2 ഇവിടെ 1 ഇവിടെ 2 വേണം. 2 2 4 4 5 ഒബ്സിഡിയൻ വേണം എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വേണ്ട സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. കോപ്പറും കിട്ടിയിട്ടുണ്ട്. അതിനോടൊരു ബെറ്റർ പിക്കാക്സ് ഉണ്ടാക്കാം. കോപ്പർ പിക്കാച്ച്. ഇതെന്ത് സാധനം? എൻ്റെ റേറ്റ് അതെങ്ങനെ കിട്ടുന്ന എന്തോ. അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഇപ്പോഴത്തേക്കും ഉണ്ടാക്കണ്ട. നമുക്ക് ഒരു അയൺ പിക്കാക്സ് ഇരിക്കട്ടെ, അത് ഉപയോഗിക്കണ്ട. പക്ഷെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു ആർമർ ഉണ്ട്, അതാണ് ഒരു സമാധാനം. ഇവിടെ കുറച്ച് ഫുഡ് ഇരിക്കുന്നുണ്ട്. ബ്ലൂം എല്ലാം തോന്നുന്നു. ഓക്കെ, നമുക്കിനി ഇതൊന്ന് സാധനം ട്രേഡ് അയൺ നെതറേറ്റ് ഹോക്ക് 32. ഇത് എന്താ? 3 ഗോൾഡിന് 5 അയൺ. 9 ഡയമണ്ട് 2 ഗോൾഡ് ബ്ലോക്കിന് 2 നെതറേറ്റിംഗ് കിട്ടും. എന്താണ് ഇത്? ഇവനെ ഏതാടാ? ഇപ്പൊ എൻ്റെ ഒന്നും തരാനില്ല മുത്തുമണി. നിന്നെ എന്താക്കണേ എനിക്കറിയില്ല. ഇത്രയും നല്ലൊരുത്തൻ മുത്തുമണി എന്താക്കുന്നുണ്ടോടെ? ഗോബ്ലിൻ ട്രേഡർ, ബെറ്റർ ഓൺ ബെറ്റ്. നമുക്കൊന്നും കൂടി ഒന്ന് ഓടി അങ്ങോട്ടെങ്കിലും എത്തുമോ നോക്കാം. എങ്ങനെയെങ്കിലും ഒരു അയൺ ഇതുണ്ടാക്കണം, ആർമർ. അതെന്ത് സാധനം? കോപ്പറാണ്. കോപ്പറല്ലേ? അലുമിനിയം കിട്ടി, പിന്നെ കോപ്പറും കിട്ടി. കോപ്പറിനോട് അയാൾ ഒട്ടിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതെടുക്കുന്നത് കേട്ടോ. കോളർ കിട്ടി. കോളാണ് നമുക്ക് ആവശ്യം. കോൾപ്പെട്ടു. കോൾ നമുക്ക് ഇതിനോട് ഒട്ടിക്കാൻ പറ്റുമോ? അലുമിനിയത്തിനോട് എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് ഇതൊക്കെ മാനേട്ടെ. ഓക്കെ,
എല്ലാം മൈൻ ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് അടുത്തെങ്കിലും ഒന്ന് എത്താൻ കഴിയാൻ നോക്കട്ടെ. ഇതാണ് ഒരു നല്ല സ്ഥലം, ഒരു വീടുണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഒരു വീടുണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതിയാ. ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കുന്നത്. അടുത്ത പൊട്ടൻ അതൊന്ന് സാധനം പ്രോബ്ലം ട്രേഡർ എനിക്ക് പറ്റുന്നൊന്ന് കിട്ടിയിട്ടുണ്ടാടാ. അതൊന്ന് സാധനം പെയിൽ ഡെഞ്ചൻ എക്സ്പ്ലോറർ. ഡെഞ്ചനാ ഒരു ഡിഗ്രി, ഏൻഷ്യൻ്റ് ഡിഗ്രി കൊടുത്തെങ്കിൽ ഇതുണ്ടാക്കാം. സ്ക്രാപ്പ് 2 തരുവ, അതായത് ഒന്നല്ലേ കിട്ടൂ, അപ്പൊ ലാഭമാണ്. പക്ഷെ അവൻ ഇതാക്കണ്ടേ. ഞാൻ വീടുണ്ടാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ആദ്യം ഒന്ന് കിടന്നുറങ്ങട്ടെ. ഇപ്പോൾ ത്രോൺസുള്ള മറ്റവന്മാരൊക്കെ ഇറങ്ങും. ബ്ലൂം. അപ്പോൾ ഞാൻ വീടുണ്ടാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ വീട് കാണാൻ റെഡിയാണോ? 3, 2, 1 ഗോ. ദിസ് ഈസ് മൈ ഹൗസ്. ഇതിന് ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ടത് ഈ ബ്രിക്ക് ഒപ്പിക്കാനാണ്. ഇതിപ്പോൾ സ്മൂത്ത് സ്റ്റോൺ ആയി. ഞാൻ സ്റ്റോൺ ഉരിക്കാൻ വെച്ചിട്ട് മറ്റേ ആർമർ സ്റ്റാൻഡിന് വേണ്ടി ഉരിക്കാൻ വന്നത്. ആർമർ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. ഒറ്റൊരു ആർമർ സ്റ്റാൻഡ് ഞാൻ എത്ര എണ്ണമാണോ ഉരുക്കാനിട്ടിട്ട് സ്മൂത്താക്കിയ. ഇപ്പോഴത്തേക്ക് അത് മതി. പിന്നെ അതായത് പ്ലെയിൻ ഇത് എൻ്റെ കോള് തീർന്നിട്ടാകുമ്പോൾ ഞാൻ ചാർക്കോൾ ഇടാൻ വെച്ചത്. ഇതായത് ഗ്ലാസ്. ഞാൻ അലുമിനിയം ഉരുക്കാനിട്ട, അതൊന്നും ഉരുക്കാനിട്ടു. അതെന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇതെൻ്റെ വീടിൻ്റെ ഇത് സ്റ്റോറേജ്. ഇത് സ്റ്റോറേജ്. അവിടെ ക്ലിക്ക്. ഇത് എൻ്റെ ബെഡ്റൂം. ഇവിടെ എൻ്റെ ബെഡുണ്ട്. ഇവിടെ കുറച്ച് ചെസ്റ്റുകൾ വെറുതെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആർമർ സ്റ്റാൻഡുണ്ട്. ആൻഡ് ഫർണസ് ഇത്. ഇതാണ് എൻ്റെ ഒരു വീട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.